രാവിലെ ഫോണുമായിട്ട് ഇരുന്നോളൂ. ആകാശം ഇടിഞ്ഞു വീണാലും ഗെയിം വിട്ടിട്ടുള്ള ഒരു കളിയില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞു. എന്ത് കാര്യ? ഇന്ന് തിരുവോണമാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇവിടുത്തെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്നെ അടുക്കള ജോലി സഹായിച്ചേ പറ്റത്തുള്ളൂ. എല്ലാ ദിവസം എനിക്ക് തിരുവോണല്ലേ? എന്നും ഞാൻ തന്നെയല്ലേ ഇവിടെ പണിയണത്. നിങ്ങൾ എന്നാണാവോ ഇവിടെ പണി എടുത്തിട്ടുള്ളത്? നീ ആ വർത്താനം പറയരുത്. നീ ഒരു വർത്താനം പറയരുത്. ഉത്തരാടത്തിന്റെ അന്ന് സൂചി കുത്താൻ പോലും സ്ഥലമില്ലാത്ത ബിവറേജിന്റെ ക്യൂ പോയി 2.5 ലിറ്റർ ഇവിടെയും 2.5 ലിറ്റർ കക്ഷത്തും ഒരു ഫുള്ള് ബാക്കിൽ വിടവിലും വെച്ച് വന്ന് കഷ്ടപ്പെട്ട് വന്ന് എന്നോട് പണി ചെയ്തില്ല. നീ പറയില്ലേ മോളെ? അയ്യോ, അതൊരു വല്ലാത്തൊരു സഹായമായി പോയി ഈ കുടുംബത്തിന് വേണ്ടിട്ട്. കള്ളം മേടിച്ചോണ്ട് വരുന്നല്ലേ നിങ്ങൾ ഈ കുടുംബത്തിന്? ഞങ്ങൾ ആണുങ്ങൾക്ക് എന്നാ പിന്നുള്ള ഇതല്ലേ എന്റർടൈൻമെന്റ് ഉള്ളൂ. അല്ല എന്തേ അവൻ വിളിക്കുന്ന ചേട്ടാ. ആര്? മറ്റേ ഞരമ്പനില്ലേ? ഏതാണ്? ചേട്ടൻ വീട്ടിലില്ലാത്തപ്പോഴത്തേക്ക് എന്നെ ഒരുത്തം വിളിക്കുമെന്ന് ഞാൻ പറയാറില്ലേ? ഞാൻ റേഷൻ കടയിൽ നിൽക്കുമ്പോഴത്തേക്ക്, അയ്യോ ചേച്ചി ഇന്ന് റേഷൻ കടയിൽ ഇട്ടോണ്ട് വന്ന ചുടിദാർ എന്തൊരു ഭംഗിയായിരുന്നു, ഇന്ന് അമ്പലത്തിൽ ഇട്ടോണ്ട് വന്ന സെറ്റ് മുണ്ട് ഉടുത്തിട്ട് എന്തൊരു ഭംഗിയായിരുന്നൊക്കെ പറയണ. ആ ഞരമ്പൻ അവനായി വിളിച്ചോണ്ടിരിക്കുന്നത്. ഫോൺ എടുക്ക. അവനാണെങ്കിൽ ഫോൺ എടുത്തോ? നീ എന്തിനാ ഫോൺ എടുക്കുന്നത്? അവനിട്ടൊരു പണി നമുക്ക് കൊടുക്കണം. നീ പേടിക്ക. നീ ഫോർത്തേ ഞാൻ പറഞ്ഞു തന്നതുപോലെ നീ പറഞ്ഞാ മതി. അത് വേണോ? അത് വേണം. നീ എടുത്ത് ലൗഡ് സ്പീക്കറിലിട്ടോ. ലൗഡ് സ്പീക്കറില് ഹലോ ചേച്ചി. ഇതേതാ കാട്ടുപട്ടിയുടെ സൗണ്ട്? ഹലോ ഹലോ ഹലോ. എനിക്കിത് വിശ്വസിക്കാമോ? വിശ്വസിക്കാം. സാധാരണ ഞാൻ വിളിച്ചാ ചേച്ചി ഫോൺ എടുക്കൂല. എടുത്തോണ്ട് ഓടി. ആരെടുത്തോണ്ട് ഓടിയെന്ന്? അല്ല, എടുക്കാൻ തോന്നിന്ന്. ചേട്ടൻ എന്ത് ജോലിയാ? ചേട്ടനെ തൊഴയാൻ പോയി. വള്ളം കളിക്കാരനാണോ? അല്ല, വള്ളംകളിയല്ല. ചേട്ടന് പിന്നെ ട്രാഫിക് പോലീസിലാ. പൊട്ടി ഞാൻ പെയിന്റ് പണിക്കാരനാണെന്ന് പറയാനല്ലേ പറഞ്ഞത്? പെയിന്റ് പണിക്കാരനാണോ നിങ്ങൾ? ഇങ്ങനെയൊക്കെ കാണിച്ചോണ്ടിരിക്കുന്നത്? നിങ്ങൾ കാണിക്കുന്ന ഗോഷ്ടി എനിക്ക് മനസ്സിലാവണ്ടേ? എന്തായാലും അവനെ കൊണ്ടുള്ള ശല്യം തീർന്നല്ലോ. തീർന്നെന്നാ? ഇവനെ ഞാൻ ഇതിലും വലുതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവൻ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നാണമില്ലാതെ വീണ്ടും വിളിക്കും. ഇവനെ കൊണ്ടുള്ള ശല്യം തീരാന്ന് മുള്ള ഇവൻ ഇപ്പൊ തന്നെ വിളിക്കും. അപ്പൊ അവനിട്ടൊരു പണി നമുക്ക് കൊടുക്കണം. നീ പേടിക്കണ്ട. അതിനൊരു വഴി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തുവാ? അവൻ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ നീ അങ്ങോട്ട് വിളിക്കണം. അങ്ങോട്ട് വിളിക്കാനാ? അങ്ങോട്ട് വിളിക്കണമെന്ന്. ഇതൊക്കെ നാണമില്ലേ? നിങ്ങളുടെ ഭാര്യയല്ലേ ഞാൻ? നീ പേടിക്കണ്ട. നീ അവൻ അങ്ങോട്ട് വിളിച്ചോ. ഭർത്താവ് ഇവിടെ ഇല്ല. നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നീ അങ്ങോട്ട് വിളിക്ക്. എന്ത് നല്ല ഭർത്താവ്. എടി അവനിട്ട് പണി ഞാൻ കൊടുത്തല്ലോ. നീ വിളിക്ക്. വിളിക്കണോ? എടി വിളിക്കടി പൊട്ടി. നിന്റെ കെട്ടിയോളെ പറഞ്ഞു. എന്തെങ്കിലും പ്ലാൻ ഉണ്ടല്ലോ നിങ്ങൾക്ക്? വിളിക്കടി. നിന്റെ ഹലോ ചേച്ചി, എന്തിനാ ഫോൺ കട്ട് ചെയ്തിട്ട് പോയത്? പോലീസ് വന്ന് അതെ, ചേട്ടൻ പോലീസിലല്ല. ഞാൻ പറഞ്ഞതേ പെയിന്റിങ്ങിന്റെ പോളിഷ് ആണെന്നാ പറഞ്ഞത്. പെയിന്റ് അടിക്കാൻ ഒരു കാര്യം പറയട്ടെ, പേരെന്താന്നാ പറഞ്ഞത്? എന്റെ പേര് ഉന്മേഷ്. ഉന്മേഷേ, ചേട്ടൻ ഇപ്പൊ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. കുറച്ചു സമയം കഴിഞ്ഞിട്ടേ വരത്തുള്ളു. ഉന്മേഷ് ഒന്നിങ്ങോട്ട് വരാമോ? വന്ന് എന്റെ പൊന്നെ, അവൻ ഇങ്ങോട്ട് വരും. നിങ്ങളുടെ പ്ലാൻ എന്തുവാന്ന് പറ. പറട്ടെ. പ്ലാനിങ് ഞാൻ പറഞ്ഞുതരാം. എന്തുവാ? അത് വേറൊന്നുമല്ല. ഞാൻ ഓണാഘോഷ പരിപാടിക്ക് ഈ കഴിഞ്ഞ വർഷം ഞാൻ നാടകത്തിന് ഫസ്റ്റ് ആയിരുന്നല്ലോ. അപ്പൊ നാടകത്തിന്റെ അപ്പൂപ്പന്റെ വേഷം ബാക്കിലേക്കല്ലേ വീടിനകത്ത്. ഞാൻ അപ്പൊ അപ്പൂപ്പനായിട്ട് വരുന്നു. നിന്റെ കണ്ണ് കാണാൻ പാടാത്ത അപ്പൂപ്പല്ലേ, അതേ വേഷത്തിൽ ഞാൻ വരുന്നു, ഞെട്ടിക്കുന്നു. ഓക്കെ ഏട്ടാ, അവനെ നമുക്ക് ഒറ്റയടിക്ക് കൊല്ലണ്ട, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണ്ട. ഇഞ്ചിഞ്ചായിട്ട്. ശരി, അന്ന് നിങ്ങൾ റെഡി ആവും. ഓടിപ്പോ. ചതിക്കില്ലടി നീ. എന്ത് ചതിക്കില്ല? ദൈവമേ, ഇത്ര പെട്ടെന്ന് എത്തിയാ? വാതില് തുറന്നിട്ടേക്ക്, കേറി പോര്. കറക്റ്റ്. Oh my God. തീരം താരാട്ടും കാലം
കാലം കാതോ. എനിക്കിത് വിശ്വസിക്കാവൂ? പിന്നെ വിശ്വസിക്കാം. എന്റെ രതി ചേച്ചി. അയ്യോ, ഞാൻ രതിയല്ല, രാഖിയാ. ഞാൻ രതി ചേച്ചി എന്നേ വിളിക്കൂ. എന്ത് വേണമെങ്കിലും വിളിച്ചോ. ചേച്ചിക്കൊരു കാര്യം അറിയാമോ? എന്തോ? എന്റെ അമ്മ എന്നെ പ്രസവിച്ച് എന്തിനാണെന്ന് അറിയാമോ? എന്തിനാ? ഈ ഓണം ഉണ്ണാൻ. ഇന്നത്തെ ദിവസം ഞാനും അത് തന്നെ ആഗ്രഹിച്ചിരിക്കുന്നത്. വർഷാവർഷം ഓണമൊക്കെ വരും. എന്തോ? ഇന്നാണ് തിരുവോണം. തിരുവോണത്തിനെ ഞാൻ നല്ല സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടോ? എനിക്ക് 2 ഗ്ലാസ് പ്രഥമം കുടിക്കണം. അയ്യോ, എവിടെയാ പോണത്? എവിടെയാണ്? അയ്യോ, അത് പേടിക്കണ്ട. ആര്? എന്റെ മുത്തശ്ശനാ. മുത്തശ്ശന് കണ്ണ് കണ്ടുകൂടാ. പേടിക്കണ്ട, വാ. കണ്ടൂടെ? ഇല്ല, വാ. അവിടെ എന്തൊരു ശബ്ദം കേട്ടത്? മുത്തശ്ശ, അതെ, എന്റെ പഴയ ഒരു ഫ്രണ്ട് വന്നതാ. പഴയ ഫ്രണ്ടാ? നീ ഇവിടെ വന്നടാ. നീ ഇന്നലെ വരണ്ടായിരുന്നട്ടാ. ഇന്നലെ ഞങ്ങൾ പഴയ സാധനങ്ങൾ പറക്കി വിട്ടത്. അന്ന് വന്നെങ്കിൽ നിന്നെയും കൂടി വെക്കായിരുന്നു. അയ്യോ, നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് മോനെ? ഞാൻ മാത്രമേ ഉള്ളൂ. എന്തിനാടാ അധികം മോരണം പോലെ. പിന്നൊരു കാര്യം പറയാനുണ്ട് മോനെ. ഇന്നലെ ഈ സംഭവം മറ്റേ അടുക്കളയില് തിരുവോണത്തിന്റെ സദ്യ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞപ്പോ അവളില്ലേ, കാല് തല്ലി വീണ് കാലൊന്നും ഉളുകി. ചേച്ചി വീണാ? ഞാൻ വീണാ? ഞാനേ അടുക്കളയില് സദ്യ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് തെന്നി ഒന്ന് വീണ്. അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന ഞാൻ വിചാരിക്കണ, ദൈവമേ, ആരെങ്കിലും തിരുമാൻ പറ്റിയ ആളുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കായിരുന്നു. ഞാൻ തിരുമാൻ ചേച്ചി. ഞാൻ ഗോവയിൽ പോയി തിരുമലൊക്കെ പഠിച്ചിട്ടുണ്ട്. കോവക്കത്തിന് തിരുന്നിങ്ങി എന്താ? ഗോവയ്ക്കല്ല, ഗോവയിൽ പോയി ഞാൻ തിരുമാൻ പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ടോ? എന്റെ പൊന്നുമോളെ, അങ്ങനെ ഒരാളെ കിട്ടി നിന്റെ ഭാഗ്യാട്ടാ. ആ കുഴമ്പൊക്കെ എടുത്ത് കൊടു. ചേച്ചി ആ സോഫയിലോട്ട് ഇരുന്നിട്ട് ഈ കസേരയിലോട്ട് കാലെടുത്ത് വെച്ചാണ് ഞാൻ തടവിത്തരാം. എന്തിനാ ആ സോഫയിൽ കാലെടുത്ത് വെക്കണേ? അവളുടെ കാര്യം നിന്റെ മടിയിലെടുത്ത് വെച്ചാ പോരെ? അതല്ല നിനക്ക് സുഖം. മാമന്റെ ഇഷ്ടം. ആ കുഴമ്പൊക്കെ എടുത്ത് കൊടുക്കണേ. കുഴമ്പ് കുഴമ്പ്. ചേച്ചിക്ക് തടവാനെന്നും പറഞ്ഞിട്ട് ഈ കട്ടം പൊക്കിക്കണേ എന്തിന്? അത് വേറെ ഒന്നുമല്ല മോനെ. അവള് വീഴാൻ പോയപ്പോ ഞാൻ കേറി പിടിച്ച് എന്റെ കാലാണ് ഉളുകിയത്. ഒന്ന് തിരുമ്മി തന്നടാ. എനിക്ക് വയസ്സായവരെ തടവ അറിഞ്ഞൂടാ. ചേച്ചിമാരെ മാത്രമേ ഞാൻ തടവുള്ളൂ. നിന്റെ ഭാഗ്യം. വയസ്സായവരെ തടവിയാലേ ഞരമ്പ് കിട്ടൂല, ഞരമ്പ്. നീ ഒരു ഞരമ്പനല്ലടാ, നിനക്ക് ഞരമ്പ് കിട്ടില്ല എന്ന് പറയാ. ഓ, കഷ്ടമുണ്ട് ചേച്ചി. എന്തോ? ഓണസദ്യ ഒന്നും നടക്കൂല, ഞാൻ പോട്ടാ. എടാ, വേറെ കാര്യം ഉണ്ടാ. ഓണസദ്യ ഉണ്ടാക്കില്ലടാ. വേറൊന്നുമല്ല, ഇവക്ക് ഭയങ്കര ചെന്നുകുത്ത്. അപ്പൊ ഒന്ന് തടവി കൊടുത്തു കഴിഞ്ഞാൽ ചെന്നുകുത്ത് മാറിക്കോളും. തടവി കൊടുക്കണം. പറഞ്ഞു കയറി വന്നിട്ട് അവസാനം ചെന്നിരുന്നിട്ട് ഞാൻ തലയിരുന്ന് ഇങ്ങനെ ആക്കുമ്പോ കളവനിരുന്ന് സൂയിക്കാനാണ്. എനിക്ക് ചെന്നുകുത്തിനൊന്നും തടവ അറിഞ്ഞൂടാ. നിനക്കറിയാൻ പാടില്ലേ? ഭയങ്കര കഷ്ടമുണ്ട്. അപ്പൊ ഞാൻ തന്നെ തടവി കൊടുക്കാം. എന്താ പിടിച്ചൊന്ന്? മതി മതി മതി, മാറി 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 മാറി. നല്ലപോലെ മാറി. ഇത് കഷ്ടം നോക്കി ഇവനെ കൊണ്ടൊക്കെ. ചേച്ചിക്കായിരുന്ന ചെന്നിക്കുത്ത്? ആ, എനിക്കായിരുന്നു. പക്ഷെ ഇപ്പൊ മാറി, ഇപ്പൊ മാറി. അപ്പാപ്പ ഇവിടെ വന്നാ ഒന്നും നടക്കൂല. എന്തോ? അപ്പാപ്പ കഴിക്കോ? എന്ത് കഴിക്കുമെന്ന്? സദ്യയാണോ? സദ്യയല്ല, വാട്ടീസ് അടിക്കുമെന്ന്. ചെറുതായിട്ടൊക്കെ കഴിക്കോ? മാമോ വന്നപ്പോ തന്നെ മാമായാക്കി. അല്ലല്ല അപ്പാപ്പ, തിരുവോണമൊക്കെ അല്ലേ? തിരുവോണമൊക്കെ ആണെന്നാണല്ലോ പറയണത്. നമുക്ക് 2 അടിച്ചാലോ? 2 ഇടാം, 3 അടിക്കാം. ഞാൻ നല്ല വീക്കാണ് ആ കേസിൽ. തിരുവോണാക്കുമ്പോ നന്നായിട്ട് കേട്ടു ഞാൻ. അങ്ങനെയാണെങ്കിലേ മാമൻ ജംഗ്ഷനിലെ ബിവറേജ് ചെന്ന് ഒരു ഫുൾ എടുത്തോണ്ട് വരുവോ? നിനക്കൊരു ബുദ്ധിമുട്ടാവൂലടാ അത്? എനിക്കൊരു ബുദ്ധിമുട്ടില്ല. മാമ എടുത്തോണ്ടെന്നാ നമുക്കങ്ങ് കീറാന്ന്. മാമ ഫുള്ളൊക്കെ എടുത്തിട്ട് മാമന്റെ കൂട്ടുകാരന്മാരെയൊക്കെ കണ്ടിട്ട് വൈകിട്ട് വന്നാ മതി കേട്ടാ. നിനക്ക് വിഷമാവൂലടാ അത്? ഒരു വിഷമവും ഇല്ല. ഞാനും ചേച്ചിയും കൂടെ ഇവിടെ ഒന്ന് ചോറൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഒരു കറക്കമൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിയുമ്പോ മാമൻ വന്നാ മതി കേട്ടാ. പോയിട്ട് വരുമോ? പോയിട്ട് വരാം. അതിനു മുമ്പ് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്തോന്നാ? എടാ, തിരുവോണത്തിന് ആദ്യമായിട്ടാണ് എനിക്കൊരാള് ഗിഫ്റ്റ് തന്നത്. അപ്പൊ ഒരു ഗിഫ്റ്റ് ഞാൻ നിനക്ക് തരണടാ. ഒരു ഗിഫ്റ്റ് ഞാൻ കൊടുക്കണ്ടേ ഇവക്ക്? കൊടുക്കണ്ട ഞാൻ ഒരു ഗിഫ്റ്റ്. അതുകൊണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് പുറത്തെ വാതിലൊക്കെ അടച്ചു. ആ ഗിഫ്റ്റ് കൊടുക്കുമ്പോ പല സൗണ്ടും കേൾക്കും, ആൾക്കാരെ കാണാൻ. അടക്കണം, വാതിലടക്കണം. അതെ, ഞങ്ങൾ ഒരു ഗിഫ്റ്റ് തരുമ്പം പുറത്തുള്ള നാട്ടുകാർ അതൊന്നും അറിയാൻ പാടില്ല. വാതിലടക്കണം. പാടി അടച്ചോണ്ടും പാടി. അടച്ചടച്ച്. മോനെ, നിനക്ക് ഗിഫ്റ്റ് വേണ്ടേ? വേണം.
ഇതാടാ എന്റെ ഗിഫ്റ്റ്. ആരാ ഇവളുടെ കെട്ടിയോണ്ടാ? എടാ നീ എന്തുവാടാ വിചാരിച്ചത്? നിന്റെ പേരെന്താ പറഞ്ഞത്? ഉന്മേഷ്. ഉന്മേഷ്. നീ എന്താ വിചാരിച്ചത്? നീ വിളിക്കുമ്പോ തന്നെ നിന്നെ ഞാൻ ഇവിടെ വിളിച്ചിരുത്തി സദ്യ കൂട്ടിക്കോന്ന്. അണ്ണ കറങ്ങി വന്നത് ഒരു ഉമ്മ ആച്ചി. നീ മുതലെടുക്കുന്നോടാ. നിനക്ക് എത്ര പായസം കൂട്ടി സദ്യ കഴിക്കണമെന്നാണ് പറഞ്ഞത്? രണ്ട് പായസം കൊണ്ടു അല്ലേ? ഇലയിടാ. ഇരിയടാ അവിടെ. ഇലയിടാ. ഇരിയടാ അവിടെ. ഇനി ഇലയിടാ ഒന്നും ഇല്ലല്ലേ? അയ്യോ ഇല 10 ഇല കണ്ടോടാ. ഇല കണ്ട നീ. കണ്ട് ഇനി കറിയൊക്കെ വിളമ്പടാ. വിളമ്പടാ കറി. ആദ്യം നിനക്ക് ഇഷ്ടമുള്ള കറി വിളമ്പടാ. ഇഞ്ചിയല്ലേ ആദ്യം? ഇഞ്ചി കടിച്ച കൊരങ്ങനെ പോലെ നീയല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഇഞ്ചി ആദ്യം വിളമ്പടാ. ഇഞ്ചി ആദ്യം ഉപ്പല്ലടാ ചെറ്റേ വിളമ്പണത്. എന്റെ വീട്ടിൽ ആദ്യം ഇഞ്ചിയാണ് വിളമ്പണം. അന്ന് ഇവിടെ ആദ്യം ഇഞ്ചി വിളമ്പിയാ മതി. ഇല്ല, വിളമ്പടാ. ഇഞ്ചി പരിപ്പ് നിന്റെ പരിപ്പ് ഞാനുള്ള കുന്നു. പപ്പടം പപ്പടം ഉണ്ട്. പപ്പടം കാണാൻ പറ്റുന്നില്ല നിനക്ക്? ഉണ്ട്. കഴിക്കട്ടാ. കുഴച്ച് കഴിക്കണം നീ. കഴിക്കടാ. കഴിക്കണം നീ. ഓണമല്ലേ ചേച്ചി? കൈ കഴുകാതെയാണോടാ ചോറ് തിന്നുന്നത്? കൈ പൈപ്പ് എവിടെ? ഇത് കൈ കഴുകിട്ട് നീ അതുവഴി അങ്ങ് പൊക്കോണം. പോകുന്നതിന് മുമ്പേ എന്തായാലും നിങ്ങൾ എനിക്കൊരു ഓണസദ്യയൊക്കെ തന്നെയല്ലേ, ഞാനൊരു ഗിഫ്റ്റ് തരട്ടാ. ഹാപ്പി ഓണം.